ഹായ് ഓൾ. അപ്പം നമ്മളിന്ന് തുടങ്ങുന്നത് നമ്മുടെ ജിയോമാറ്റിക്സിൻ്റെ 4th മോഡ്യൂളിൻ്റെ ബാക്കിയുള്ള പോർഷനാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 4th മോഡ്യൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 4th മോഡ്യൂൾ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്ത് നമ്മൾ എന്ത് കാര്യമാണ് 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 3rd മോഡ്യൂളും 4th മോഡ്യൂളും റിലേറ്റഡ് ആണ്. നമ്മൾ പഠിക്കുന്നത് ഒരേ സാധനത്തിനെ പറ്റി തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 3rd മോഡ്യൂളിൽ എന്താണ് പഠിച്ചത്? GPS ആണ് പഠിച്ചത് അല്ലേ? അപ്പോൾ GPS ആണ്. അപ്പം ആ GPS-ൻ്റെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ GPS എന്ന ടേം നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേം തന്നെയാണ് നമ്മുടെ 4th മോഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ. എന്താണ് നമ്മൾ പഠിച്ചത്? 4th മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് പഠിച്ചത് എന്താണ്? GPS സർവേയെ പറ്റിയിട്ടാണ് പഠിച്ചതല്ലേ. എങ്ങനെ GPS നമ്മൾ GPS എന്താണെന്ന് പഠിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പഠിച്ചത്. നമുക്ക് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പഠിച്ചു. ഡംബി ലെവൽ എന്താണെന്ന് പഠിച്ചു. ഡംബി ലെവലിൻ്റെ പാർട്സ് പഠിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് അതിന് ശേഷം പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? തിയോഡോലൈറ്റ്. അപ്പോൾ തിയോഡോലൈറ്റ് നമ്മൾ ആദ്യം തിയോഡോലൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സർവേ ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ പഠിച്ചത്. തിയോഡോലൈറ്റിനെ പറ്റി പഠിച്ചു. തിയോഡോലൈറ്റ് എങ്ങനെയാണ്, എന്താണ് ഇൻസ്ട്രുമെൻറ്റ്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പഠിച്ചു. ദെൻ എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ളത് പഠിച്ചതിന് ശേഷമാണ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് പാർട്ടായിരുന്നല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിച്ചത്. നമ്മുടെ 3rd മോഡ്യൂളിനകത്ത് GPS എന്താണ്, GPS-നകത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് GPS വർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചു. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ 4th മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്ത പോർഷൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്താണത്? സ്റ്റാറ്റിക് മെത്തേഡ് ഓഫ് സർവേയിങ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് GPS ഉപയോഗിച്ചിട്ട് സ്റ്റാറ്റിക് മെത്തേഡ് ഓഫ് സർവേയിങ്ങിനകത്ത് നമുക്ക് 3 മെത്തേഡ് ഉണ്ടായിരുന്നു. ട്രഡീഷണൽ സ്റ്റാറ്റിക് സർവേയിങ്, റാപ്പിഡ് സ്റ്റാറ്റിക് സർവേയിങ് ആൻഡ് റിക്കപ്ഷൻ മോഡ്. അപ്പോൾ ഈ 3 മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ. നമുക്കറിയാമല്ലോ എന്താണ് സംഭവം, എങ്ങനെയാണ് സ്റ്റാറ്റിക് സർവേയിങ്ങിനകത്ത് പറയുന്നത് എന്നുള്ളത്. ഓക്കെയാണ്, നമ്മളത് പോർഷൻ പഠിച്ചത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? കൈനമാറ്റിക് സർവേയിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിക്കിനകത്തുള്ള പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ യൂസ് ചെയ്യുന്ന റിസീവർ സിസ്റ്റംസുകൾ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് ഒരു മൂവ്മെൻറ്റ് ഇല്ല. പക്ഷേ കൈനമാറ്റിക് സർവേയിങ്ങിനകത്താണെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വരും. അതാണ് പ്രത്യേകത. നമ്മളുടെ മെയിൻ ഡിഫറൻസ് അതാണ്. അപ്പോൾ കൈനമാറ്റിക് സർവേയിങ് എന്താണെന്ന് നോക്കാം. ട്രഡീഷണൽ കൈനമാറ്റിക് ആണ് അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡ്, ദെൻ കൈനമാറ്റിക് ഓൺ ദ ഫ്ലൈ, ആൻഡ് അടുത്തത് എന്താണ്? റിയൽ ടൈം കൈനമാറ്റിക്. അപ്പോൾ ഈ 4 മെത്തേഡ്സുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കൈനമാറ്റിക് സർവേയിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഓരോന്നും എന്താണ് എന്നുള്ളത് സെപ്പറേറ്റ് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡാണ് പറയുന്നത്. അപ്പം സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡിനകത്ത് നമ്മൾ ആ ഒരു മെത്തേഡിനകത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 4 സാറ്റലൈറ്റ്സുകൾ മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? ഒരു സാധനത്തിൻ്റെ ലൊക്കേഷൻ എർത്തിൻ്റെ സർഫസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 4 എണ്ണം വേണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പം നമുക്ക് എന്തുണ്ട്? നമുക്കൊരു റെഫറൻസ് റിസീവറുണ്ട്, അതേപോലെ തന്നെ ഒരു റോവർ റിസീവറും ഉണ്ട്. അപ്പം റെഫറൻസ് റിസീവറും ഉണ്ട്, റോവർ റിസീവറും ഉണ്ട്. അപ്പം ഞാൻ റെഫറൻസ് റിസീവറിനെ RE എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ റോവർ റിസീവറിനെ RO എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. സോ 2 റിസീവർ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഈ റെഫറൻസ് റിസീവറിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റെഫറൻസ് റിസീവർ നമുക്ക് ആ പോയിൻ്റ് എക്സാക്റ്റ് എർത്ത് സർഫസിൽ പോയിൻ്റ് അറിയാവുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ റെഫറൻസ് റിസീവർ വെക്കുന്നത്. എന്നിരുന്നാലും അപ്പോൾ ഇപ്പോൾ അതിൻ്റെ XYZ അറിയാം. എന്നിരുന്നാലും റെഫറൻസ് റിസീവർ എന്ത് ചെയ്യും? സിഗ്നൽസിനെ 4 സാറ്റലൈറ്റ്സിൽ നിന്നും വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പൊസിഷൻ ഒന്നും കൂടെ ആ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അതിനെ ഞാനിപ്പം സപ്പോസ് X1 Y1 Z1 എന്ന് പറഞ്ഞ് എടുക്കുന്നു. അപ്പം അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ XYZും സിഗ്നൽ ഉപയോഗിച്ച് റിസീവർ ചെയ്ത ആ പൊസിഷൻ കാൽക്കുലേഷൻ ഉപയോഗിച്ച് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് X1
y1 z1 ആണ്. അതെന്താണ് ഞാൻ നൊട്ടേഷൻ മാറ്റി പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം. എന്താണ് മാറ്റി പറഞ്ഞത്? നമ്മൾ അറിയാവുന്നത് എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കാം, പക്ഷേ സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന ലൊക്കേഷനകത്ത് സ്ലൈഡ് ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പാരാമീറ്റർ x1 y1 z1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പം നമുക്കിപ്പം ഈ ഒരു പൊസിഷന് രണ്ട് എന്താ കിട്ടിയിട്ടുണ്ട്, റെഫറൻസ് പോയിന്റുകൾ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ നമുക്ക് രണ്ട് പൊസിഷൻ പാരാമീറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ഒറിജിനലി അതിൻ്റെ പൊസിഷൻ അറിയാവുന്നതും ഇത് നമുക്ക് സിഗ്നൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ചതും. അപ്പം ഇത് തമ്മിൽ എന്തുണ്ടാകും? ഒരു എറർ ഉണ്ടാകും അല്ലേ? ആ എററിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? റോവർ റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ റോവർ റിസീവർ ആ സമയം കൊണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും. ഏത് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട്? ഈ സെയിം സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ അത് കണ്ടുപിടിക്കും. ആ പൊസിഷനെ ഞാനിപ്പം x2 y2 z2 എന്ന് പറഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ ഇതാണ്. ദെൻ ഇവിടെ നിന്നും ഒരു എററിനെ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുമുണ്ട് അല്ലേ? ഇതിന് ഒരു എററിനെ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുമുണ്ട്. ഈ എററിനെ ആരുടെ കൂടെ അപ്ലൈ ചെയ്യും? x2 y2 z-ൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ റോവർ റിസീവർ ഇരിക്കുന്ന ലൊക്കേഷൻ എക്സാക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സാറ്റലൈറ്റ്സിൽ നിന്നും വരുന്ന സിഗ്നൽസിനകത്ത് ഒരു ചെറിയ എറർ ഉണ്ടാകും. മനസ്സിലായോ? ആ എററിനെ ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെയും ഉപയോഗിച്ചിട്ട്? നമ്മളുടെ റെഫറൻസ് പോയിന്റ് ഉപയോഗിച്ചിട്ട്. റെഫറൻസ് പോയിന്റ് ആകുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. കാരണം എന്താണ്? അതിൻ്റെ ഒറിജിനൽ XYZ നമുക്കറിയാം. എന്നിട്ട് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള XYZ കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനകത്തുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ എറർ കിട്ടും. ആ എറർ തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ റിസീവർ സ്റ്റേഷനകത്തും വരുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സെയിം സാറ്റലൈറ്റുകളെ തന്നെയാണ്. അതേസമയത്ത് വേറെ സാറ്റലൈറ്റിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എററിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? എല്ലാ റോവർ സ്റ്റേഷനിലും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഈ 4 സാറ്റലൈറ്റ്സുകളെ തന്നെ ഈ റോവർ റിസീവറും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കിട്ടിയ എററിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ഇതിൻ്റെ പൊസിഷൻ്റെ കൂടെ അതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് റോവർ റിസീവറിൻ്റെ പൊസിഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു കാര്യം ക്ലിയർ ആയോ? പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പം ഇത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് അതങ്ങ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻസിനകത്തേക്ക് പോകാം. അപ്പം നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചതിനകത്തെ ഫസ്റ്റ് കൈനമാറ്റിക് സർവേയിങ്ങിനകത്തെ ഫസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? ട്രഡീഷണൽ കൈനമാറ്റിക് ആയിരുന്നു. ദെൻ സ്റ്റോപ്പ് ആൻഡ് ഗോ മെത്തേഡ്, കൈനമാറ്റിക് ഓൺ ദ ഫ്ലൈ, റിയൽ ടൈം കൈനമാറ്റിക്. ഓക്കെ ആണല്ലോ? അപ്പം ഈ മെത്തേഡിനകത്ത് നമുക്ക് ഓരോ മെത്തേഡും നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്റ്റോപ്പ് ആൻഡ് ഗോ ടെക്നിക് ഇൻ കൈനമാറ്റിക് മെത്തേഡാണ്. സ്റ്റോപ്പ് ആൻഡ് ഗോ ടെക്നിക് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് പഠിച്ചതാണ് ലിസ്റ്റ് ഔട്ടിനകത്ത്. സോ ആ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദ ടേം കൈനമാറ്റിക് ഈസ് അപ്ലൈഡ് ടു GPS സർവേയിങ് മെത്തേഡ് വെയർ ദ റോവർ റിസീവേഴ്സ് ആർ കണ്ടിന്യൂസ് ഇൻ മോഷൻ. പറയുന്നത് മനസ്സിലായോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ ഒരു റെഫറൻസ് റിസീവർ ഉണ്ട്. ആരുണ്ട്? റെഫറൻസ് റിസീവർ. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ഒരു റോവർ റിസീവർ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ റോവർ റിസീവർ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ ആയിരിക്കും, അതിൽ കണ്ടിന്യൂയിങ് മോഷൻ ആയിരിക്കും. അതായത് അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക. റോവർ റിസീവറിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും. പറഞ്ഞത് മനസ്സിലായോ? റോവർ റിസീവർ ഇങ്ങനെ മൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലത്തേക്ക് പോകും, ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. റെഫേർഡ് ആസ് സെമി കൈനമാറ്റിക് സർവേയിങ്. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് സെമി കൈനമാറ്റിക് സർവേയിങ് എന്നാണ് പറയുന്നത്. ആൻഡ് റെഫറൻസ് സ്റ്റേഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ റെഫറൻസ് സ്റ്റേഷൻ നമ്മൾ ഉണ്ടായിരിക്കണം. നമുക്ക് റെഫറൻസ് സ്റ്റേഷൻസ് വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? നമ്മുടെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു റോവർ റിസീവർ ഉപയോഗിച്ചിട്ട് ഒരു പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ
എക്സാക്റ്റ് ആയിട്ട് നമുക്കൊരു റെഫറൻസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലെവലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡംപി ലെവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു പോയിൻറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെഞ്ച് മാർക്ക് വേണമെന്ന് പറഞ്ഞു. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് റോവർ റിസീവറിൻ്റെ റോവർ റിസീവർ ഇരിക്കുന്ന സ്ഥലത്തെ ആ പൊസിഷൻ, ആ XYZ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഫറൻസ് റിസീവർ ഉപയോഗിച്ചിട്ട് റെഫറൻസ് പോയിൻറ്റിൻ്റെ പൊസിഷന് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് റെഫറൻസ് പോയിൻ്റ് ഉണ്ടായിരിക്കണം, അവിടെ ഒരു റെഫറൻസ് റിസീവറും ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് റോവർ റിസീവറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് റെഫറൻസ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റ്സ് ഹാവ് ടു ബി ട്രാക്ക്ഡ് വിത്തൗട്ട് ദ ലോസ് ഓഫ് സിഗ്നൽ. 4 സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ റെഫറൻസ് റിസീവറും അതേപോലെ തന്നെ റോവർ റിസീവറും വർക്ക് ചെയ്യുന്നത്. അതും സെയിം 4 സാറ്റലൈറ്റ്സുകളെ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ദ റോവർ റിസീവർ സ്റ്റാർട്ട്സ് ഫ്രം ദി നോൺ പൊസിഷൻ കോർഡിനേറ്റ്. ഇപ്പം നമുക്ക് അറിയാവുന്ന എന്താണ്, റോവർ റിസീവർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോൺ പൊസിഷൻ കോർഡിനേറ്റിൽ നിന്നുമായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then it moves to the another point maintaining the lock on the satellites. The rover maintain only for the small time on each detailed point. ഇപ്പോൾ ഈ 3 സെൻറ്റൻസിൻ്റെയും കൂടെ മീനിങ് ഞാൻ ഒരുമിച്ച് പറയാം. അതിപ്പം ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഫറൻസ് റിസീവർ ഉണ്ട്. ഇതാണ് റെഫറൻസ് റിസീവർ. ദെൻ നമ്മളെ റോവർ റിസീവർ ഫസ്റ്റ് ഈ പോയിന്റിലാണ് ഇരുന്നത്. ദെൻ ഈ പോയിന്റിൽ ഫസ്റ്റ് ഇവിടെ ഈ പോയിന്റിൽ ഇരിക്കുന്നു. ഈ പോയിന്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇവിടെ ഇരുന്നിട്ട് ഈ റെഫറൻസ് റിസീവർ പാസ് ചെയ്ത് പോകുന്ന ആ എററിനെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആകും. ദെൻ റിസീവർ മൂവ് ടു ദി സെക്കൻഡ് പോയിന്റ് ആൻഡ് തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ്, സിക്സ്ത് പോയിന്റ്, സെവൻത്ത് പോയിന്റ്, എയ്ത്ത് പോയിന്റ്, നയൻത്ത് പോയിന്റ് ആൻഡ് 10th പോയിന്റ്. അപ്പം ഈ റിസീവർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വന്ന് ഇരുന്ന് അവിടെ റിസീവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റെഫറൻസ് റിസീവർ ആ എറർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് റിസീവറിനകത്തേക്ക്, റോവർ റിസീവറിനകത്തേക്ക് പാസ് ചെയ്യത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഓരോ പൊസിഷനിലും നമ്മുടെ റോവർ റിസീവർ പോയി കുറച്ച് ടൈം, ഒരു 5 to 20 minutes എങ്കിലും അവിടെ റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ റെഫറൻസ് റിസീവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ എറർ ഓരോ പൊസിഷനിലേക്കും റിസീവറിനെ മാറ്റുമ്പം അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ ഇതിന് നോൺ പൊസിഷനാണ്, പക്ഷെ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടും പൊസിഷൻ കണ്ടുപിടിക്കും. ദെൻ അവിടെ ഒരു എററുണ്ട്. ആ എറർ ഫസ്റ്റ് എങ്ങോട്ടേക്ക് വിടും? ഇവിടെ ഫസ്റ്റ് റോവർ റിസീവർ ഫസ്റ്റ് പോയിന്റിൽ ഇരിക്കുമ്പോൾ കുറച്ച് ഒരു 5 to 20 minutes ഇരുന്ന് അതിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള എയർ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ദെൻ റോവർ റിസീവർ മൂവ്ഡ് ടു ദി സെക്കൻഡ് പോയിന്റ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഇരുന്ന് ഒരു 5 to 20 minutes ഇരുന്ന് രണ്ടാമത്തെ പൊസിഷൻ്റെ ആ പൊസിഷൻ XYZ കണ്ടുപിടിച്ച് ഇരിക്കുമ്പോഴേക്കും റെഫറൻസ് റിസീവർ എന്നുള്ള എറർ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വരും. ദെൻ തേർഡ് പൊസിഷനിലേക്ക് റോവർ റിസീവറിനെ പ്ലേസ് ചെയ്യുമ്പം അവിടെ ഒരു 5 to 20 minutes ഇരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. ആ സാറ്റലൈറ്റിനെ സിഗ്നൽ ഉപയോഗിച്ച് അത്രയും ഒരു 5 to 20 minutes അവിടെ ഇരുന്ന് അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെ നിന്നുള്ള എറർ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ തന്നെ 4, അതേപോലെ തന്നെ 5, 6, അങ്ങനെ ഓരോ പൊസിഷനിലും ഒരു 5 to 20 minutes സ്റ്റേ ബാക്ക് ചെയ്ത് അതിൻ്റെ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് റെഫറൻസ് റിസീവർ എന്നുള്ള സിഗ്നൽ ആ ഓരോ പൊസിഷനിലും റിസീവറിലേക്ക് എത്തിച്ചേരുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ കുറച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു 5 to 20 minutes, 5 to 20 minutes ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ എറർ എല്ലായിടത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത്രയും സമയം അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയറാണ് സ്റ്റോപ്പ് ആൻഡ് ഗോ. എല്ലാത്തിനകത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എക്സാക്റ്റ് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് നമുക്കവിടെ പറയുന്നത്.
ദെൻ സിമിലർ, അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലിരിക്കുമ്പോഴും രണ്ടിലിരിക്കുമ്പോഴും മൂന്നിലിരിക്കുമ്പോഴും നാലിലിരിക്കുമ്പോഴും അഞ്ചിലിരിക്കുമ്പോഴും ഏത് പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും അതെല്ലാം ലോക്ക് ചെയ്യേണ്ടത് ഒരു 4 സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലാണ്. അത് സെയിം സാറ്റലൈറ്റിനെ തന്നെ ആയിരിക്കണം. അതായത് ഒന്നാമത്തെ പൊസിഷനിലിരിക്കുമ്പോൾ നമ്മുടെ റോവർ റിസീവർ ഏത് സാറ്റലൈറ്റിനെയാണോ നോക്കുന്നത് ആ സെയിം സാറ്റലൈറ്റിനെ തന്നെ വേണം റഫറൻസിലിരിക്കുന്ന റിസീവർ നോക്കാൻ. ഇനി ഒന്നിലിരിക്കുമ്പോഴും റഫറൻസ് റിസീവറിലിരിക്കുമ്പോഴും ഏത് സാറ്റലൈറ്റ്സിനെ, ഏത് 4 സാറ്റലൈറ്റ്സിനെയാണോ ലോക്ക് ചെയ്തത്, സിഗ്നൽസിനെയാണോ ലോക്ക് ചെയ്തത് ആ സെയിം സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽസിനെ മാത്രമേ 2ലിരിക്കുമ്പോഴും നോക്കാവൂ. അതേപോലെ തന്നെ 3ലിരിക്കുമ്പോൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റഫറൻസ് റിസീവർ ഏതൊക്കെ 4 സാറ്റലൈറ്റ്സിനെയാണോ നോക്കുന്നത് അതിനെ വേണം ബാക്കിയുള്ള ബാക്കി എല്ലാ പൊസിഷനിലേക്കും റോവർ റിസീവർ എത്തുമ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞത് മനസ്സിലായി? വേറെ സാറ്റലൈറ്റ്സുകളെ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റാവും. ഓക്കെ, അതാണ് പറയുന്നത്. സിമിലർ ടു റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡ് ഇൻ വിച്ച് ഓൾ റിസീവേഴ്സ് ഒബ്സർവ് ദ സെയിം സാറ്റലൈറ്റ് സൈമൾട്ടേനിയസ്ലി, റെഫറൻസ് റിസീവർ ഓക്യുപ്പൈ ദ സെയിം കൺട്രോൾ പോയിന്റ് ത്രൂ ഔട്ട് ദ സർവേ. റെഫറൻസ് റിസീവർ അവിടെ തന്നെ ഇരിക്കണം, ആ റെഫറൻസ് പോയിന്റ് മാറാനായിട്ട് പറ്റത്തില്ല. ദ കൈനമാറ്റിക് മെത്തേഡ് ഡിഫർ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ റോവർ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അതെന്താണ്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്തേക്കുവാണ്? റോവർ റിസീവർ മൂവ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് മൊമെൻറ്റർലി അറ്റ് ഈച്ച് ന്യൂ പോയിന്റ് ഓഫ് ഷോർട്ട് പീരീഡ്. കുറച്ച് സമയത്തേക്ക്, അതാണ് ഞാൻ പറഞ്ഞത് 5 to 20 മിനിറ്റ്സിലേക്ക് ഓരോ പോയിന്റിലും ആരിയ്ക്കണം? റോവർ റിസീവർ ഇരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സർവേ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഓരോ പൊസിഷൻ്റെയും നമ്മുടെ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ, പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. യൂസ്ഡ് ഫോർ ദ ഡീറ്റെയിൽഡ് ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസ് ഇൻ ഓപ്പൺ ഏരിയാസ്. ഓപ്പൺ ഏരിയാസിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് എഞ്ചിനീയറിംഗ് സർവീസിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ യൂസ്ഡ് വേർ ദ പോയിന്റ്സ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതായത് ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഫറൻസും അതേപോലെ തന്നെ 1, 2, 3 and 4 അങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സുകളും വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. അതായത് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അന്യഭൂഖണ്ഡത്തിലും അങ്ങനെയുള്ളതൊന്നുമല്ല. തൊട്ടടുത്തിരിക്കുന്ന കുറച്ച് ഓപ്പൺ ഏരിയകളിൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ്, എക്കണോമിക്കലാണ്. കാരണം ഒരു 5 to 20 മിനിറ്റ്സിൽ ഇരിക്കുന്നു, ലോക്ക് ചെയ്യുന്നു, ദെൻ അവിടുത്തെ പോയിന്റുകൾ മനസ്സിലാക്കുന്നു, ദെൻ വി ക്യാൻ ബി മൂവ് ടു ദി നെക്സ്റ്റ് പോയിന്റ്. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഓരോ പൊസിഷനും ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെന്താണ്? ഫാസ്റ്റസ്റ്റ് വേ ടു സർവേ ഡീറ്റെയിൽഡ് പോയിന്റ്. നമുക്കൊരു ഏറ്റവും എളുപ്പം നമുക്ക് ഒരു പോയിന്റിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 സാറ്റലൈറ്റ്സിനെ തന്നെ നമ്മൾ റെഫറൻസായിട്ട് നമ്മൾ എടുക്കുന്ന റിസീവർ ഏതൊക്കെ 4 സാറ്റലൈറ്റ്സിനെയാണോ ലോക്ക് ചെയ്യുന്നത്, സിഗ്നൽസിനെയാണോ ലോക്ക് ചെയ്യുന്നത് ആ സെയിം സിഗ്നൽസിനെ തന്നെ മാത്രമേ, അല്ലെങ്കിൽ ആ സെയിം സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽസിനെ മാത്രമേ മറ്റുള്ള എല്ലാ റോവർ റിസീവേഴ്സും ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ new static or rapid static fix is needed if complete loss of satellite lock is occurred. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ 4 സാറ്റലൈറ്റ്സിനെ നമ്മൾ പെർട്ടിക്കുലർലി നോക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽ കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് റാപ്പിഡ് സ്റ്റാറ്റിക് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ മെത്തേഡുകളെ നമ്മളിവിടെ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ആ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ലോക്ക് കറക്റ്റ്, അതായത് സിഗ്നൽസ്, സാറ്റലൈറ്റ്സിൽ നിന്നുള്ള സിഗ്നൽസിനെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെത്തേഡുകൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതായത് കൈനമാറ്റിക് ഒരു ഫാസ്റ്റ് മെത്തേഡാണെന്ന് വന്നിട്ടും അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് വന്നപ്പോൾ നമ്മൾ സ്റ്റാറ്റിക്കിലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരുന്നു. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ട്രൂ കൈനമാറ്റിക് മെത്തേഡ്. പറഞ്ഞത് മനസ്സിലായോ? അപ്പം നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു. നമുക്ക് വരുന്നത് ട്രൂ കൈനമാറ്റിക് മെത്തേഡാണ്. സോ ട്രൂ കൈനമാറ്റിക് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഫേർഡ് ആസ് ഡൈനാമിക് സർവേയിങ്. നമുക്കതിന് ഡൈനാമിക് സർവേയിങ് എന്ന് പറയാം. റെഫറൻസ് റിസീവർ റിമൈൻസ് ഫിക്സ്ഡ് ഓൺ നോൺ കൺട്രോൾ പോയിന്റ്. അവിടെയും എന്താണ് പ്രത്യേകത? ഇത് റെഫറൻസ് റിസീവർ ആണെന്നുണ്ടെങ്കിൽ
ഇത് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഇത് ഇവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ നോൺ പൊസിഷൻ അറിയാം, അവിടുത്തെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നതാണ് അതാണ് ഈ സാധനം. ഇത് മൂവ് ചെയ്യാനേ പാടില്ല. അതേ സമയത്ത് നമ്മളുടെ റോവർ റിസീവർ, ഇപ്പോൾ എനിക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേഷൻ അറിയണം. സോ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഏതാണ്, എൻ്റെ റോവർ റിസീവറിനെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോവർ റിസീവർ എയിൽ പോയി വെക്കുന്നു. എയിൽ പോയി വെച്ചതിന് ശേഷം നമ്മൾ അവിടുത്തെ എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി റെഫറൻസ് റിസീവർ. ദെൻ ഈ റോവർ റിസീവർ മൂവ്ഡ് ടു എനിക്ക് ബി പൊസിഷനിലെ എക്സാക്ട് ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ബി ആ പോയിന്റിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതായത് റോവർ റിസീവർ മാത്രം മൂവ് ചെയ്യുന്നു, പക്ഷേ റെഫറൻസ് റിസീവർ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ദെൻ ഇനിയിപ്പം ബാക്കിയുള്ള പോയിന്റ്, അതായത് തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന ആ മെത്തേഡുമായിട്ടുള്ള ഡിഫറൻസ് നോക്കാം. റോവർ റിസീവർ കളക്ട് ഡേറ്റ ഓൺ മൂവിങ് പ്ലാറ്റ്ഫോം. അതായത് തൊട്ട് മുന്നത്തതിനകത്ത് പറഞ്ഞു ഇവിടെ ഒരു റെഫറൻസ് റിസീവർ ഉണ്ട്, ദെൻ ഒരു റോവർ റിസീവർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ റോവർ റിസീവർ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിനകത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോയ്ക്കകത്ത് പറഞ്ഞു എ എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തിയാൽ അവിടെ ഒരു 5 to 20 മിനിറ്റ്സ് ഇരിക്കും. 5 to 20 മിനിറ്റ്സ് ഇരുന്നിട്ട് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് റെഫറൻസിനകത്തു നിന്നുള്ള എററും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എ എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെയാണേ. ദെൻ അതിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പോയിന്റിൽ വരുമ്പോൾ നമ്മളുടെ റോവർ റിസീവർ 5 to 20 മിനിറ്റ്സ് ഇരിക്കുന്നില്ല. അപ്പോഴും അത് എന്തോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ലൊക്കേഷനിൽ വരുമ്പോഴും ആ സാധനം മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്, നമ്മളുടെ റോവർ റിസീവർ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു മൂവിങ് എക്യുപ്മെൻറ്റ്സിലായിരിക്കണം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ, ഒരു വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ആയിരിക്കണം നമ്മളുടെ റോവർ റിസീവർ. എങ്കിൽ മാത്രമല്ല റോവർ റിസീവറിന് മൂവ് ചെയ്യാനില്ല. അല്ലാതെ നമ്മൾ ഒരിടത്ത് കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞത് അതാണ്, നമ്മളുടെ റോവർ റിസീവറിന് ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നമ്മൾ അവിടെ വെച്ചു. അവിടെ വെച്ച് അവിടെ ഒരു 5 to 20 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് മൂവ് ചെയ്ത് അടുത്ത പൊസിഷനിലേക്ക് പോവുകയാണ്. ഓക്കെ ആണല്ലോ. പക്ഷേ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് പൊസിഷനിൽ നിന്നും ആദ്യത്തെ പൊസിഷനിൽ നിന്നും സെക്കൻഡ് പൊസിഷനിലേക്ക് പോകുന്നത് മൂവിങ് ആണ്. ആ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുമ്പോഴും അതെന്താണ്, മൂവിങ് ആണ്. അപ്പം അത്രയും സമയം പോലും അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എക്സാക്റ്റ് പോയിന്റ് നമ്മൾ അല്ലെങ്കിൽ എക്സാക്റ്റ് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു, ബിയിൽ ആ പോയിന്റിൽ വരുമ്പോഴും ഇറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ. ഇപ്പം അടുത്ത പോയിന്റ് പറയാണ്, unlike stop and go surveying, it does not require any rover to maintain the motionless over the unknown point. The reference and rover are switched on and remain stationary for 5 to 20 minutes for collecting data. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ റെഫറൻസ് പോയിന്റ്, ഇത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എ പോയിന്റ്, ഇത് നമ്മളുടെ ബി പോയിന്റ് അല്ലേ. അപ്പം എയിൽ നമ്മളുടെ റിസീവർ ഇരിപ്പുണ്ട്, റോവർ റിസീവർ ഇരിപ്പുണ്ട്. അപ്പം റെഫറൻസ് പോയിന്റ് ലൊക്കേഷൻ നമുക്കറിയാം. അപ്പം നമ്മളതിനെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിൻ്റെ ലൊക്കേഷനെ നമ്മൾ XYZ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മുടെ 4 സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പം 4 സാറ്റലൈറ്റ്സിനെ സിഗ്നൽസ് ഈ റെഫറൻസ് റിസീവർ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ്സിൽ നിന്നുള്ള സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് ഈ റെഫറൻസ് റിസീവർ ലൊക്കേഷൻ കണ്ടുപിടിക്കും. അത് ആറ് ലൊക്കേഷനാണ്, ഈ പോയിന്റിൻ്റെ ലൊക്കേഷൻ തന്നെയാണത്. അപ്പം അതിനെ ഞാൻ തൽക്കാലം X1, Y1 ആൻഡ് Z1 എന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പം അതിൻ്റെ ഒറിജിനൽ ലൊക്കേഷൻ XYZ ആണ്, പക്ഷേ സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ചത് X1, Y1, Z1 ആണ്. ഒരു എറർ ഉണ്ടല്ലോ.
അപ്പം ഞാൻ പറഞ്ഞു ആ എററിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം എന്താണ് ചെയ്യുന്നത്, എ അതിൻ്റെ പൊസിഷൻ ഈ സെയിം സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വെച്ചേക്കുമായിരിക്കും. അപ്പം ആ കണ്ടുപിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതിനെടുക്കുന്ന ടൈം എത്രയാണ്, 5 to 20 മിനിറ്റ്സ്. ഈ റോവർ റിസീവർ എയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഈ സാറ്റലൈറ്റ്സിൽ നിന്നുമുള്ള സിഗ്നൽസ് കളക്ട് ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അത് കണ്ടുപിടിച്ച് വെക്കുമ്പോഴത്തേക്കാണ് റെഫറൻസ് റിസീവർ എന്നുള്ള ആ എറർ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ എററും കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് എയുടെ എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മൈൻഡിലുണ്ടല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഈ ഒരു 5 to 20 മിനിറ്റ്സ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു റോവർ റിസീവർ ഒരു പോയിന്റിലും ഇരിക്കുന്നില്ല, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. പക്ഷേ ഫസ്റ്റ് പോയിന്റിൽ ഒരു 5 to 20 മിനിറ്റ്സ് ഇരുന്ന് ഈ എററിനെ കണ്ടുപിടിച്ച് ആ എറർ അതിൻ്റെ പൊസിഷൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ എക്സാക്റ്റ് പോയിന്റ്, അതായത് ആരുടെ, എയുടെ എക്സാക്റ്റ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം പിന്നെ റോവർ റിസീവർ വേറെ ഒരു പോയിന്റിലും എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റിൽ ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, അത് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു പ്രൊസീജിയർ അവിടെ ഒഴിവാക്കുന്നില്ല, ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ എ എന്ന് പറയുന്ന പൊസിഷന് ശേഷം ബി സി ഡി അങ്ങനെയുള്ള ബാക്കിയുള്ള പോയിന്റ്സുകളിലേക്ക് വരുമ്പോൾ ഇതെന്ത് ചെയ്യുന്നില്ല, സ്റ്റേ ബാക്ക് ചെയ്യുന്നില്ല, ഇതെന്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ആഫ്റ്റർ ദിസ് പീരീഡ് ദ റോവർ മേ മൂവ് ഫ്രീലി. അതിനുശേഷം ആ ഫസ്റ്റ് പോയിന്റിന് ശേഷം എന്ത് ചെയ്യുന്നു, റോവർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വൈൽ ദ റോവർ മൂവ്സ് ദ യൂസർ ക്യാൻ റെക്കോർഡ് ഇറ്റ്സ് പൊസിഷൻ അറ്റ് ദ പ്രീഡിഫൈൻഡ് റെക്കോർഡിംഗ് റേറ്റ്, സേ 1 2 3 4 5 സെക്കൻഡ്സ്. ഇപ്പം ഞാൻ പറഞ്ഞു എ എന്ന് പറയുന്ന പൊസിഷന് ശേഷം ബിയിലേക്ക് എത്തുന്നു. എത്തുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, 5 to 20 മിനിറ്റ്സ് ഇരിക്കുന്നില്ല, ബിയിലെത്തുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നാലും അതിനകത്ത് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ എവിടെയാണ് എന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കണം, രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണ് പൊസിഷൻ എന്ന് കണ്ടുപിടിക്കണം, മൂന്നാമത്തെ സെക്കൻഡിൽ, അതായത് നമ്മുടെ ആ റിസീവറിനകത്ത് നമ്മുടെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം ഓരോ സെക്കൻഡ്സിലും ടൈം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഓരോ സെക്കൻഡ്സിലും ഒന്നാമത്തെ സെക്കൻഡ് കഴിയുമ്പം റിസീവർ ഇത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പം എയിൽ നിന്നും ഈ സാധനം മൂവ് ചെയ്ത് ബിയിലേക്ക് എത്തുന്നു ഒക്കെയാണല്ലോ. അപ്പം ബിയിലേക്ക് എത്തുമ്പം എയിൽ നിന്ന് തുടങ്ങുമ്പം എയിൽ നിന്ന് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ, 2 സെക്കൻഡ് കഴിയുമ്പം അതിൻ്റെ ലൊക്കേഷൻ, 3 സെക്കൻഡ് കഴിയുമ്പം ലൊക്കേഷൻ, അങ്ങനെ ഓരോ സെക്കൻഡ്സ് ഒരു പ്രീഡിഫൈൻഡ് ടൈം സെറ്റപ്പ് ചെയ്ത് ഒരു ഈക്വൽ ഇൻ്റർവെല്ല്, അത് മെയിനായിട്ട് ഈ 1 സെക്കൻഡാണ്. അപ്പോൾ ഓരോരോ സെക്കൻഡ് കഴിയുമ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോവർ റിസീവറിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ പൊസിഷൻ്റെയും എന്ത് കണ്ടുപിടിക്കുന്നത്, എക്സാക്റ്റ് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ഇഫ് ദ ലോസ് ഓഫ് സാറ്റലൈറ്റ് ലോക്ക് ഒക്വേഴ്സ്, അതായത് ഇവിടുത്തെ കേസിലും 4 സാറ്റലൈറ്റ്സും സെയിം ആകണം എന്നുള്ള കണ്ടീഷനിൽ വ്യത്യാസമില്ല. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് 4 സാറ്റലൈറ്റ്സിനെ തന്നെയാണ്. 4 സെയിം സാറ്റലൈറ്റ്സിലെ തന്നെ മാത്രമേ റോവർ റിസീവറും റെഫറൻസ് റിസീവറും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഈ 4 സാറ്റലൈറ്റ് സിഗ്നലിൻ്റെ ലോക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ, 4 സാറ്റലൈറ്റ് സിഗ്നലിനെ ലോക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എ ബി സി ഡി ഇങ്ങനെ 4 സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോൾ ഓരോ സെക്കൻഡ്സുകളിലും ഇങ്ങനെ എടുത്തെടുത്ത് പോകുമ്പം ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ്, ഫോർത്ത് പോയിൻ്റ്
ഇത് നമ്മുടെ റെഫറൻസ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ 5 to 20 മിനിറ്റ്സിലിരുന്ന് എററെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ. നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ 5 to 20 മിനിറ്റ്സ് ഇരുന്ന് റെഫറൻസ് റിസീവറിനകത്തെ എററും കൂടെ മിക്സപ്പ് ചെയ്ത് ഫസ്റ്റ് പോയിന്റിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷനൊക്കെ കഴിഞ്ഞ് റിസീവർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സെക്കൻഡിലെത്തി ദെൻ അവിടുന്ന് തേർഡ് പോയിന്റിലേക്ക് എത്തി. അപ്പോൾ തേർഡ് പോയിന്റിൽ എത്തിയപ്പം നമ്മൾ സാറ്റലൈറ്റ്സിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ പൊസിഷനിലെത്തിയപ്പം ഈ ABCD എന്ന് പറയുന്ന സാറ്റലൈറ്റ്സുകളെ C എന്ന് പറയുന്ന സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലിനെ കളക്ട് ചെയ്യാൻ മൂന്നാമത്തതിന് പറ്റിയില്ല. അപ്പം റെഫറൻസ് ഈ 4 തന്നെയാണ് എടുത്തത്. ഫസ്റ്റ് പോയിന്റും ഈ 4 തന്നെയാണ് എടുത്തത്. സെക്കൻഡ് പോയിന്റും ഈ 4 സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽസിനെ തന്നെയാണ് എടുത്തത്. പക്ഷേ മൂന്നാമത്തെ പോയിന്റിൽ വന്നപ്പം ആ റോബർ റിസീവറിന് ABD എടുക്കാൻ പറ്റി, പക്ഷേ C സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലിനെ ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് അവിടെ E എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ സിഗ്നലാണ് അതിന് കളക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം ആൻസർ തെറ്റൂലേ, അല്ലെങ്കിൽ പൊസിഷൻ എടുക്കുന്നത് മാറിപ്പോവില്ലേ, അപ്പം എറർ വരും. അപ്പം ആ എറർ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം സാറ്റലൈറ്റ്സുകളെ നമുക്ക് മനസ്സിലാവും. അപ്പം സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽസ് വേറെ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലിനെ കളക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ ചെയ്തില്ലേ, അത് ഒന്നും കൂടെ മൂന്നാമത്തെ പൊസിഷനിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞത് മനസ്സിലായോ? മൂന്നാമത്തെ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തെ സ്റ്റോപ്പ് ചെയ്യണം, നമ്മുടെ റിസീവറിനെ സ്റ്റോപ്പ് ചെയ്യണം. 5 to 20 മിനിറ്റ്സ് സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ വന്നപ്പോഴാണ് ഈ C എന്ന് പറഞ്ഞ സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലിനെ കിട്ടാഞ്ഞത്. അതിന് പകരം ഏതിൻ്റെയാണ് കിട്ടിയത്? ഈയുടെയാണ് കിട്ടിയത്. അപ്പോൾ അത് റോങ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ Cയെ തന്നെ വേണം. അപ്പോൾ അതിന് എന്ത് ചെയ്തു? ഈ മൂന്നാമത്തെ പൊസിഷനിൽ റോബർ റിസീവറിനെ ഒരു 5 to 20 മിനിറ്റ്സ് ഇരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അതിൻ്റെ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് ഈ ഈ റെഫറൻസിനകത്തു നിന്നുള്ള എററിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എറർ കറക്റ്റാക്കി. ദെൻ അതിനുശേഷം 4ലേക്ക് പോയി. 4ൽ പിന്നെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. പറഞ്ഞത് മനസ്സിലായപ്പം സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായോ? സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 to 20 മിനിറ്റ്സ് ഓരോ ലൊക്കേഷനിലും ഇരുന്ന് അതിൻ്റെ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ട്രൂ കൈനമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് എക്കണോമിക്കലാണ്. മറ്റേതിനെക്കാട്ടി എക്കണോമിക്കലാണ്. കാരണം എന്താണ്? ഒരിടത്തും ഇരിക്കേണ്ടി വരുന്നില്ല. ഇൻ കേസ് ഒരു എറർ സംഭവിക്കുമ്പോൾ മാത്രമേ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് പോയിന്റ്സുകളെ കവർ ചെയ്യാനായിട്ട് പറ്റും കുറച്ച് സമയം കൊണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് മെഷർമെൻ്റ് ആണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു നമ്മുടെ റോബർ റിസീവർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. A എന്ന് പറഞ്ഞ പൊസിഷനിൽ ഫസ്റ്റ് റോബർ റിസീവർ വെച്ചു. ദെൻ ബിയിലേക്ക് വന്നു. അപ്പം ബിയിലേക്ക് വന്നപ്പം ബിയിൽ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ പോയിന്റ് കണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് കറക്റ്റാണ്. പക്ഷേ അതേ സമയത്ത് അതിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് എറർ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് അവ്യക്തത ഉണ്ടാവും. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണ് പറയുന്നത്? നമ്മുടെ ഇനിഷ്യലൈസേഷൻ നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരും. എപ്പോഴാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ലോക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെന്താണ്? എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന റൂട്ട് കറക്റ്റ് ആയിരിക്കണം. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന റൂട്ടിൻ്റെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും പാടില്ല, അത് ക്ലിയർ ആയിരിക്കണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് മെഷറിങ് ട്രജക്ടറി ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്, ട്രജക്ടറിക്ക് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും.
ഹൈഡ്രോഗ്രാഫിക് സർവേസിന് പറ്റും, അതേപോലെ തന്നെ റോഡിൻ്റെ സെൻറ്ററിനെ മെഷർ ചെയ്യാൻ സർവേ ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത മെത്തേഡാണ് കൈനമാറ്റിക് ഓൺ ദി ഫ്ലൈ. കൈനമാറ്റിക് ഓൺ ദി ഫ്ലൈ OTF എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, it requires two receivers regarding the observation simultaneously and allow to the rover receiver to be moving. It does not require initialization. Unlike kinematic surveying, it is useful dual frequency L1 or L2 GPS observation and can handle the loss of satellite lock. ഈ മൂന്നെണ്ണവും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 2 റിസീവർ വേണം. അപ്പോൾ ഒബ്സർവേഷൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് 2 റിസീവർ വേണം. അതിനകത്ത് ഒരെണ്ണം നമ്മളുടെ റഫറൻസ് റിസീവർ തന്നെയായിരിക്കും. റഫറൻസ് റിസീവർ ആണ് ഒരെണ്ണം. പിന്നെ അടുത്ത എന്താണ്, റോവർ റിസീവറുമായിരിക്കും. റോവർ റിസീവറുമായിരിക്കും. അപ്പം റഫറൻസ് റിസീവറുണ്ട്, റോവർ റിസീവർ. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇതുവരെ പഠിച്ച 2 മെത്തേഡിനകത്തും റോവർ റിസീവർ നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ കുറച്ച് നേരം ഇരിക്കണമെന്നാണ് റൂള്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. 5 to 20 മിനിറ്റ്സിൽ ഒരു ലൊക്കേഷനിലും ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഫറൻസ് റിസീവറും റോവർ റിസീവറും ABCD എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ തന്നെ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യണം. അവിടുന്ന് വരുന്ന സിഗ്നൽസിനെ മസ്റ്റായിട്ട് ലോക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ആവശ്യവുമില്ല. ഏത് സാറ്റലൈറ്റ്സിനെ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, സിഗ്നൽസിനെ വേണമെങ്കിൽ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ 2 കാര്യങ്ങൾക്കുള്ള ചേഞ്ചാണ് പറയുന്നത്. ഒന്ന്, ഇനിഷ്യലൈസേഷൻ വേണ്ട. ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റോവർ റിസീവർ ഒരു പോയിന്റിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 5 to 20 മിനിറ്റ്സ് ഇരുന്ന് എറർ ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകുന്ന ആ ഒരു പ്രൊസീജിയർ ഇവിടെ ആവശ്യമില്ല. പിന്നെ റോവർ റിസീവർ എവിടെ പോയിരുന്ന് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച ABCD എന്ന് പറയുന്ന 4 സാറ്റലൈറ്റ്സിനെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എല്ലാ പൊസിഷനിലും ആ 4 സാറ്റലൈറ്റ്സിനെ തന്നെ, അല്ലെങ്കിൽ ആ 4 സാറ്റലൈറ്റ്സിൽ നിന്നുള്ള സിഗ്നൽസിനെ തന്നെ ലോക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പറഞ്ഞ് മനസ്സിലായോ? സോ ഈ 2 കാര്യങ്ങൾ ഇവിടെ ആവശ്യമില്ല. പിന്നെ അതേപോലെ ഡ്യുവൽ ഫ്രീക്വൻസി ആയിരിക്കണം നമ്മുടെ GPS റിസീവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് 2 സിഗ്നൽസിന് 2 ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഒരേ സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽസിനെ അല്ല നമ്മൾ റിസീവ് ചെയ്യുന്നത്, പല സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽസിനെയാണ് റിസീവ് ചെയ്യുന്നത്. സോ അപ്പം എന്താണ്, ഡ്യുവൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽസിനെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള സിഗ്നൽസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള GPS റിസീവർ വേണം നമ്മളതിനെ യൂസ് ചെയ്യാൻ വേണ്ടി. ഡ്യുവൽ ഫ്രീക്വൻസി ആയിട്ടുള്ള റിസീവേഴ്സ് യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നത് റിയൽ ടൈം കൈനമാറ്റിക് സർവേയിങ് RTK എന്നാണ് പറയുന്നത്. അപ്പോൾ RTK എന്ന് പറയുന്നത്, RTK ഈസ് കേപ്പബിൾ ഓഫ് ഡെലിവറിങ് +or-2 സെൻറ്റിമീറ്റർ ആക്യുറസി. അത് +or-2 ആക്യുറസി ഉണ്ടാകും, സെൻറ്റിമീറ്റർ ആക്യുറസി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ റിയൽ ടൈം കൈനമാറ്റിക് സർവേയിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ 3 മെത്തേഡിനകത്തും, പ്രീവിയസ് ആയിട്ട് പറഞ്ഞ 3 മെത്തേഡിനകത്തും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സൈറ്റ് വർക്കും ഉണ്ട്, ഓഫീസ് വർക്കും ഉണ്ട്. അതായത് നമ്മൾക്കൊരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സ്റ്റേഷനുണ്ട്, പിന്നെ നമ്മൾ റോവർ റിസീവറും ഉണ്ട്. റോവർ റിസീവർ മൂവിങ് ആയിരിക്കും, ചിലത് ഒരു പോയിന്റിൽ സ്റ്റേഷനറി ആയിരിക്കും. അങ്ങനെ കുറേ കണ്ടീഷൻസ് പഠിച്ചു. അപ്പം GPS സിഗ്നൽസിനെ ലോക്ക് ചെയ്യുന്നു, പക്ഷേ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ സിഗ്നൽസിൻ്റെ ഡേറ്റാസ് ഈ GPS സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റോവർ റിസീവറിനത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെ നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയി അതിനെ പ്രോസസ്സ് ചെയ്ത്, ആ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനകത്തു നിന്നാണ് നമ്മളുടെ ഓരോ പൊസിഷൻ്റെയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇപ്പോൾ ABC എന്ന് പറഞ്ഞ ABC എന്ന് പറഞ്ഞപ്പോൾ എയിൽ കൊണ്ടുവന്ന് ആദ്യം റോവർ റിസീവർ വെച്ചു, ദെൻ അതിനുശേഷം ബിയിലേക്ക് കൊണ്ടുവന്ന് സിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഇവിടുന്നെല്ലാം GPS-നകത്ത് ഇതിൻ്റെ സിഗ്നൽസിൻ്റെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കാണ്. ബിയിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴും ഉള്ള സിഗ്നൽസിൻ്റെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിയിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഉള്ള സിഗ്നൽസിൻ്റെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയി കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ദെൻ അവിടെ വെച്ച് പ്രോസസ്സിങ് നടത്തിയിട്ടാണ് എയുടെ
XYZ ലൊക്കേഷനാണ് പറഞ്ഞത്, ബിയുടേത് XYZ ആൻഡ് സിയുടെ XYZ, അതായത് ഓരോ ലൊക്കേഷനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പേര്? റിയൽ ടൈം കൈനമാറ്റിക് സർവേയിങ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഓഫീസിൽ കൊണ്ടുപോയി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നത്. അതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ ലൊക്കേഷൻ മൊബൈൽ ഉപയോഗിച്ചൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? നമ്മൾ ഓഫീസിൽ പോയി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളുടെ കയ്യിലിരിക്കുന്ന റിസീവർ അപ്പോൾ തന്നെ സാറ്റലൈറ്റ് സിഗ്നലിനെ കളക്ട് ചെയ്യുന്നു. ഈ എറർ മെഷർമെൻറ്റ്സ് എല്ലാം ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നടക്കുന്നു. എറർ മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. നമ്മുടെ റെഫറൻസ് സിഗ്നൽസ് ഉണ്ട്, റെഫറൻസ് ആയിട്ടുള്ള GPS റിസീവർ ഉണ്ട്. ഇപ്പം റെഫറൻസ് ആയിട്ടുള്ള GPS റിസീവർ ഉണ്ട്, റെഫറൻസ് ആയിട്ടുള്ള GPS റിസീവർ ഉണ്ട്. അതേപോലെ റോവർ റിസീവറും ഉണ്ട്. അപ്പം റെഫറൻസിൽ നിന്നുമുള്ള സിഗ്നൽസ് സാറ്റലൈറ്റിൽ നിന്നുള്ളതൊക്കെ കണക്ട് ചെയ്ത് ഇവിടുത്തെ എററൊക്കെ കണ്ടുപിടിച്ച് ആ എററിനെ റോവർ റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റോവർ റിസീവറും അതിൻ്റെ പൊസിഷനൊക്കെ സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് ഈ എറർ അതിൻ്റെ കൂടെ മിക്സപ്പ് ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് എറർ കണ്ടുപിടിക്കുക, ട്രാൻസ്ഫർ ചെയ്യുക, ആ റോവർ റിസീവർ അതിൻ്റെ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓൺ ദി സ്പോട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് നമുക്ക് ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനെയാണ് റിയൽ ടൈം കൈനമാറ്റിക് സർവേ എന്ന് പറഞ്ഞാൽ. റിയൽ ടൈം, അതായത് നമ്മൾ റിയലായിട്ട് നമുക്കത് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ GPS മെത്തേഡ് ദാറ്റ് യൂസസ് കാരിയർ ഫേസ് ഒബ്സർവേഷൻ കറക്റ്റഡ് ഇൻ റിയൽ ടൈം. ഒബ്സർവേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഈസ് ഡൺ സൈമൾട്ടേനിയസ്ലി. ഒബ്സർവേഷൻ നടക്കുന്നു, GPS റിസീവർ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അതിനെ പ്രോസസ്സിങ് നടത്തുന്നു, ദെൻ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നു. ആൻഡ് റിക്വയർസ് ഡ്യുവൽ ഫ്രീക്വൻസി GPS റിസീവേഴ്സ് ആൻഡ് ദ ബെസ്റ്റ് മെത്തേഡ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് ആൻഡ് ദ റോവർ ഈസ് ലെസ് ദാൻ 20 കിലോമീറ്റർ. അപ്പം നമ്മുടെ റഫറൻസ്, അതാണ് ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. റഫറൻസും അതേപോലെ റോവർ റിസീവറിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ 20 കിലോമീറ്റർ ആണെങ്കിലാണ് നമുക്കിത് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മുടെ GPS റിസീവർ പ്രോസസ്സിങ് നടത്തി നമുക്കൊരു എക്സാക്റ്റ് റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് തരുന്നതാണ് റിയൽ ടൈം കൈനമാറ്റിക് സർവേ. അപ്പോൾ നമ്മുടെ കൈനമാറ്റിക് സർവേ മെത്തേഡ്സുകൾ നമ്മൾ 4 എണ്ണം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച മെത്തേഡുകൾ? ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ട്രഡീഷണൽ കൈനമാറ്റിക്, ആ ട്രഡീഷണൽ കൈനമാറ്റിക് ആണ് നമ്മൾ രണ്ടാമത് പഠിച്ച മെത്തേഡ്. എന്താണ്? ട്രൂ കൈനമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ട്രഡീഷണൽ കൈനമാറ്റിക് മെത്തേഡ് എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ സ്റ്റോപ്പ് ആൻഡ് ഗോ ടെക്നിക്ക്. പിന്നെന്താണ് പഠിച്ചത് നമ്മൾ? റിയൽ ടൈം കൈനമാറ്റിക് മെത്തേഡ് ആൻഡ് കൈനമാറ്റിക് ഓൺ ദി ഫ്ലൈ. അപ്പം ഈ 4 മെത്തേഡിനകത്തും നമ്മുടെ റോവർ റിസീവർ ഇസ് മൂവിങ്. ഫസ്റ്റിനകത്ത് റോവർ റിസീവർ 5 to 10 മിനിറ്റ്സ് മൂവ് ചെയ്ത് നിൽക്കും. രണ്ടാമത്തെ മെത്തേഡിനകത്ത് ആദ്യത്തെ സ്റ്റേഷനിൽ മാത്രം 5 to 20 മിനിറ്റ്സ് ഇരുന്ന് എററിൻ്റെ ട്രാൻസ്ഫറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന പോയിൻറ്റ്സുകളിലൊന്നും മൂവ് ചെയ്യത്തില്ല. തേർഡ് മെത്തേഡിൽ ചെയ്യുമ്പോൾ എന്താണ്? ആ സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ്റെ ആവശ്യവുമില്ല. 4 സാറ്റലൈറ്റ്സിനെ തന്നെ നമ്മൾ ലോക്ക് ചെയ്യണം എന്ന് പറയുന്ന, സെയിം സാറ്റലൈറ്റ്സുകളെ തന്നെ ലോക്ക് ചെയ്യണം, സിഗ്നൽസിനെ ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കണ്ടീഷനും പറയുന്നില്ല. ഓക്കെ ആണല്ലോ. നാലാമത്തെ കേസ് പറയുന്നത് എന്താണ്? റിയൽ ടൈം ആണ്. അതായത് നമ്മുടെ ഓഫീസ് വർക്ക് ഇല്ല, ഓഫീസ് വർക്ക് ക്യാൻസൽഡ് ആണ്. നമ്മളുടെ അതായത് പ്രോസസ്സിങ് GPS റിസീവർ സിഗ്നൽസിനെ ലോക്ക് ചെയ്ത് ഓൺ ദ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരുന്നു. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻഷ്യൽ GPS. ഡിഫറൻഷ്യൽ GPSനെ നമ്മൾ പറയുന്നതാണ് DGPS, ഡിഫറൻഷ്യൽ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പം ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ഡിഫറൻഷ്യൽ GPS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഡിഫറൻഷ്യൽ GPS എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് വായിച്ച് പോകുമ്പോൾ മനസ്സിലാകും എന്താണ് പഠിച്ചത് എന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ, അതായത് നമ്മുടെ റോവർ റിസീവർ ഫസ്റ്റ് പോയിൻ്റ് ഒരു 5 to 20 മിനിറ്റ്സ് ഇരുന്ന് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു. ദെൻ റഫറൻസ് റിസീവറിൽ നിന്നുമുള്ള എററിനെ ട്രാൻസ്ഫർ ചെയ്ത് റോവർ റിസീവറിലെത്തുന്നു. ദെൻ ആ എറർ ഉപയോഗിച്ചിട്ട് റോവർ റിസീവർ അതിൻ്റെ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ GPS എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ
ഡിഫറൻഷ്യൽ GPS എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ആൻ എൻഹാൻസ്മെൻറ്റ് ടു ദി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതേപോലെ തന്നെ ടു ഇംപ്രൂവ് ദ പൊസിഷൻ ആക്യുറസി ആൻഡ് ഇൻറ്റഗ്രിറ്റി. അതായത് ഈ എറർ കാൽക്കുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനതിപ്പം ജസ്റ്റ് പറയാം. ഇപ്പം ഇവിടെ നമ്മുടെ റെഫറൻസ് റിസീവറും ഇത് നമ്മളുടെ റോവർ റിസീവറും ഓക്കെ ആണല്ലോ. അപ്പം റെഫറൻസ് റിസീവറിൻ്റെ പൊസിഷൻ അറിയാം, എങ്കിലും 4 സാറ്റലൈറ്റ്സിൽ നിന്നുമുള്ള സിഗ്നൽസ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യും, അത് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും. അപ്പം ആ പൊസിഷനും ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനും, ഇപ്പോൾ ഒറിജിനൽ പൊസിഷനെ ഞാൻ എക്സ് വൈ ഇസഡ് എന്ന് വിളിക്കുന്നു. സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽ കളക്ട് ചെയ്ത് അതിന് കിട്ടിയതിനെ ഞാൻ x1 y1 z1 എന്ന് വിളിക്കുന്നു. സോ ഇത് തമ്മിലൊരു എറർ ഉണ്ടല്ലോ, ആ എറർ കണ്ടുപിടിക്കും. ആ എററിനെ അവിടെ തന്നെ വെച്ചേക്കും. എന്നിട്ട് റോവർ റിസീവർ നമ്മളുടെ എ സ്റ്റേഷനിലിരിക്കുകയാണ്. എ സ്റ്റേഷനിലിരിക്കുന്ന റോവർ റിസീവർ ഈ സെയിം സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലുകൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും. ആ പൊസിഷനെ ഞാനിപ്പം PQR എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ ആണല്ലോ. അപ്പം ഇതിൻ്റെ സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ച എ എന്ന് പറയുന്ന പൊസിഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് PQR ആണ്. പക്ഷേ അതിനകത്തൊരു ചെറിയ എററുണ്ട്. ആ എറർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എററിനെ നമ്മൾ കളയുന്നത് നമ്മുടെ റെഫറൻസിൽ നിന്നും കിട്ടിയ ഒരു എറർ ഉണ്ടല്ലോ, ആ എറർ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് കിട്ടിയ എററിനെ PQRൻ്റെ കൂടെ നമ്മൾ സമ്മപ്പ് ചെയ്ത് കിട്ടുമ്പോൾ മാത്രമേ നമ്മുടെ റോവർ റിസീവറായിട്ടുള്ള ഏസ് പോയിന്റിലിരിക്കുന്ന അതിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് റെഫറൻസ് റിസീവറിൽ നിന്നും പാസ് ചെയ്ത് പോകുന്ന എറർ എത്രയാണോ ആ എറർ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ഓരോ പൊസിഷനിലും ABCD അങ്ങനെ പല പൊസിഷനും കാണും, ആ ഓരോരോ ലൊക്കേഷനിലും ഇരിക്കുന്ന GPS റിസീവറിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പം A സ്റ്റേഷനായിരുന്നു. A സ്റ്റേഷനിൽ ഒരു റോവർ റിസീവർ ഉണ്ടായിരുന്നു. ആ റോവർ റിസീവറിൻ്റെ നമ്മളുടെ പൊസിഷൻ സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽ ഉപയോഗിച്ചിട്ട് PQR ആണ്. ദെൻ ആ PQRനകത്തൊരു എററുണ്ട്. ആ എററിനെ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെഫറൻസ് റിസീവർ ഉണ്ടാകും. ആ റെഫറൻസ് റിസീവറിനകത്തുള്ള എറർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ എററിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ മാത്രമേ ഈ പോയിന്റിലിരിക്കുന്ന GPS റിസീവറിൻ്റെ എറർ പരിഹരിച്ച് നമുക്ക് ആ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി? കൺഫ്യൂഷൻസ് ഉണ്ടോ? അപ്പം ജസ്റ്റ് ഓർത്താൽ മതി. നമുക്കൊരു എറർ ഉണ്ടാകും, ആ എറർ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, എല്ലാ പോയിന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ റെഫറൻസ് റിസീവറും റോവർ റിസീവറും സെയിം സാറ്റലൈറ്റ്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്, നോക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സെയിം സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നലിനെ നമ്മൾ ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. പറഞ്ഞത് മനസ്സിലായോ? സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ തന്നെയാണ് ഈ DGPS എന്ന് പറഞ്ഞ സാധനം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണേ പറഞ്ഞത്? പറയുന്നത് എ സിസ്റ്റംസ് ഇൻ വിച്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് ആൻഡ് കമ്പ്യൂട്ടഡ് കോർഡിനേറ്റ് കോൾഡ് ദ ഡിഫറൻഷ്യൽ കറക്ഷൻസ്. അതാണ് പറഞ്ഞത്. നമ്മൾ ഒബ്സർവ് ചെയ്തതും കമ്പ്യൂട്ടഡ് കോർഡിനേറ്റും, നമ്മുടെ പൊസിഷൻ അറിയാവുന്ന പൊസിഷനിൽ നമുക്ക് XYZ ഉണ്ട്, പക്ഷേ നമ്മുടെ സാറ്റലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് കമ്പ്യൂട്ടഡ് കോർഡിനേറ്റ്. അപ്പം നമ്മുടെ ഒബ്സർവ് ചെയ്തതും കമ്പ്യൂട്ടഡ് കോർഡിനേറ്റ്സും തമ്മിലുള്ള ഒരു കറക്ഷൻ ഉണ്ട്. ആ കറക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ റോവർ റിസീവറിനകത്തേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ റോവർ റിസീവറിനകത്തുള്ള എന്തിനെ പരിഹരിക്കുന്നത്, എററിനെ പരിഹരിക്കുന്നത്. ആ റോവർ റിസീവറിൻ്റെ പോയിൻ്റ്, ഏത് പോയിന്റിലാണോ റോവർ റിസീവർ ഇരിക്കുന്നത് ആ പോയിന്റിൻ്റെ ലൊക്കേഷൻ്റെ എററിനെ പരിഹരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായല്ലോ? ദെൻ യൂസസ് ഓഫ് 1 യൂണിറ്റ് അറ്റ് എ നോൺ ലൊക്കേഷൻ ആൻഡ് റോവർ. Use 1 unit at a non-location and a rover. Then reference receiver compute the error and transmit the rover.
ദെൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എറർ ഉണ്ടെന്ന്. എററിനെ നമ്മൾ റോവർ റിസീവറിനകത്തേക്ക് പാസ് ചെയ്യുമെന്ന്. അത് റേഡിയോ സിഗ്നലായിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പം റേഡിയോ സിഗ്നൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ റോവർ റിസീവർ ഇരിക്കേണ്ടത്. അപ്പോൾ പിന്നെ അതാണ് പറയുന്നത്, റേഡിയോ ഡേറ്റ ലിങ്ക് ബിറ്റ്വീൻ ദ റെഫറൻസ് ആൻഡ് റോവർ അപ്ലൈസസ് കറക്ഷൻ മേക്ക് GPS മോർ ആക്യുറേറ്റ്. അങ്ങനെ കറക്ഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ്, അതായത് റെഫറൻസ് റിസീവറിൽ നിന്നുമുള്ള കറക്ഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ്, എറർ ഉപയോഗിച്ചിട്ടുള്ള കറക്ഷൻസ് ഓരോ റോവർ റിസീവറും എടുത്തിട്ടാണ് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം എ സ്റ്റേഷനറി റിസീവർ മസ്റ്റ് ബി ലൊക്കേറ്റഡ് എ നോൺ കൺട്രോൾ പോയിന്റ്, അതായത് റെഫറൻസ് റിസീവർ ഉണ്ടായിരിക്കണം. ആൻഡ് ബേസ് സ്റ്റേഷൻ റിസീവർ റെഫറൻസ് റിസീവർ കാൽക്കുലേറ്റ് ഇറ്റ്സ് പൊസിഷൻ ബേസ്ഡ് ഓൺ ദ സാറ്റലൈറ്റ് സിഗ്നൽസ്. അപ്പം അറിയാവുന്ന പോയിന്റ് ആയിരിക്കും, പക്ഷേ അവിടെ ഇരിക്കുന്ന ബേസ് റിസീവർ ഒന്നുകൂടെ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും ബൈ യൂസിങ് സാറ്റലൈറ്റ്സ്, 4 satellites. The difference is applied to the data recorded by the second GPS receiver. And the corrected information can be applied to the data from the rover receiver. അതായത് ആ ഒരു എറർ ഉണ്ടാകും, ആ എററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു ടു ദി റോവർ റിസീവറിനകത്തേക്ക്. ദ കറക്ഷൻ ഈസ് റിസീവ്ഡ് ബൈ ദ റോവർ റിസീവർ ആൻഡ് അപ്ലൈ ടു ദ പൊസിഷൻ ഇൻ ഇറ്റ് കാൽക്കുലേറ്റിംഗ്. അപ്പം നമ്മുടെ എറർ നമ്മുടെ റോവർ റിസീവറിനകത്തേക്ക് എത്തി, അതൊരു കറക്ഷനായിട്ട് അവിടെ മാറുന്നു. അപ്പോൾ കറക്ഷനായിട്ട് മാറി അതിൻ്റെ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ദ പൊസിഷൻ ഡിസ്പ്ലേഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ദ ഡേറ്റ ഫയൽ ഓഫ് ദ റോവർ റിസീവർ ഈസ് ഡിഫറൻഷ്യലി കറക്റ്റഡ് പൊസിഷൻ. അതായത് നമ്മൾ ഈ എററിനെ റെഫറൻസ് റിസീവറിൽ നിന്നും പാസ് ചെയ്ത് വിടുന്ന റേഡിയോ സിഗ്നലായിട്ടുള്ള എററിനെ റോവർ റിസീവർ ഏറ്റെടുത്ത് റോവർ റിസീവർ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഇതിനെ മിക്സപ്പ് ചെയ്ത് ഫൈനലി നമുക്ക് GPS റിസീവറിനകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ആയിരിക്കും. Once it knows error, it determine and corrected factor and send it to the another receiver. നമുക്കിപ്പം ഒരു തവണ ഈ എററിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം എററിനെ നമുക്ക് എല്ലാ റോവർ റിസീവർ സ്റ്റേഷനകത്തേക്കും പാസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ DGPS നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രൊസീജിയറുകളൊക്കെ തന്നെ അതിനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കും, എന്താണ് DGPS, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പോയിൻറ്റ്സുകൾക്ക് വേണ്ടിയിട്ടാണ് അതൊന്നുകൂടെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയുമാണ് നമ്മളുടെ എങ്ങനെയാണ് സർവേ ചെയ്യുന്നത്, അപ്പോൾ GPS ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സർവേ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻസ്. ഇപ്പം നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡും പഠിച്ചു, കൈനമാറ്റിക് മെത്തേഡും പഠിച്ചു. സോ അതിൻ്റെ മിക്സപ്പാണ് പറഞ്ഞത്. എങ്ങനെയാണ് സ്റ്റാറ്റിക് മെത്തേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൈനമാറ്റിക് മെത്തേഡ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ ഡിഫറൻസ് മെത്തേഡും പറഞ്ഞു. സ്റ്റാറ്റിക്കിനകത്തൊരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഡൈനാമിക്കിനകത്തൊരു 4 ക്ലാസിഫിക്കേഷൻ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക്കിനകത്തൊരു 4 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ DGPS എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്, അത് സെയിം തന്നെയാണ്, പഠിച്ചത് തന്നെയാണ്. സോ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് സർവേയിങ്ങിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.